സിന്ദൂരരേഖ ഭാഗം 34 കഥയിലേക്ക്. തല്ലിപ്പഴുപ്പിച്ചാൽ പഴുക്കുമോ ആദി? എനിക്കെന്തോ അവന് നമ്മളോട് പറയാൻ കഴിയാത്ത എന്തോ വേദനയുള്ളതുപോലെ തോന്നുന്നു. സച്ചി ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി, കൂടെ ആതിരയും. കൃഷ്ണയെ ഓർത്തുള്ള വിഷമമായിരിക്കും സച്ചിയേട്ട. അവൻ ഇപ്പോഴും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാതെ വേറെ വിഷമമൊന്നും കാണത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അർപ്പിത ആ കുട്ടിയിൽ പാവമാണ്. സ്നേഹിച്ച പയ്യൻ കൺമുമ്പിൽ പിടഞ്ഞു മരിച്ചത് കണ്ടൊരു മനസ്സാണതിൻ്റെ. സതീശേട്ടൻ്റെ നിർബന്ധം കൊണ്ടാണ് ആ കുട്ടിയും കല്യാണത്തിന് സമ്മതിച്ചത്. എങ്കിലും ഇവൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൾക്കും പ്രതീക്ഷ കാണില്ല ആദി. അവൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. ആദി സച്ചിയുടെ തോളിലേക്ക് ചാഞ്ഞതും ചേർത്ത് പിടിച്ചു അവൻ. എല്ലാം ശരിയാകുമടി. ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും അടയ്ക്കുന്നവനിലേക്ക് ആര്യൻ്റെ മിഴികൾ പോയത്. പൈസ കൊടുത്തു തിരിഞ്ഞതും തൻ്റെ മുമ്പ് നിൽക്കുന്നവനെ കണ്ടൊന്ന് വിളറിപ്പോയിരുന്നു ജെയ്സൺ. ജയ് പോകാം. ഒരു പെൺകുട്ടി വന്നവൻ്റെ കയ്യിൽ കോർത്തു പിടിച്ചതും മനസ്സിലായി അത് അവൻ്റെ ഭാര്യയാണെന്ന്. ജെയ്സ, നീ വന്നുവെന്ന് സച്ചിയേട്ടൻ പറഞ്ഞിരുന്നു. നീ ഇവിടെ? അവൻ്റെ വാക്കൊന്ന് പതറുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് തൻ്റെ അടുത്ത് നിൽക്കുന്നവളെ പകപ്പോടെ നോക്കി ജെയ്സൺ. കല്യാണം എന്നായിരുന്നു ജെയ്സ? അവന് നേരെ കൈ നീട്ടി ചോദിച്ചതും അവനും കൈ തന്നിരുന്നു. 2 ദിവസം മുമ്പ് പെട്ടെന്നായിരുന്നു അവിടെ തീരുമാനിച്ചത്. വിളിക്കാൻ പറ്റിയില്ല. പിന്നെ ഓരോ തിരക്കി പെട്ടുപോയി. അതാടാ. അത് സാരമില്ല ജെയ്സ, ഞാനൊരു ദിവസം വരാം ഗോപനച്ചനെ കാണാൻ. കുറച്ചൊരു തിരക്കിലാണ്. എന്നാൽ ശരിയടാ. മറ്റൊന്നും പറയാതെ അവനെയും കടന്ന് ആ പെൺകുട്ടിയുമായി പോയിരുന്നു ജെയ്സൺ. അവൻ്റെ കാർ അകലുന്ന് നോക്കി നിന്നു ആര്യൻ. പിന്നെ അകത്തേക്ക് നടന്നു. ജയ് എന്തിനാ നുണ പറഞ്ഞത്? നമ്മുടെ മാരേജ് ഫിക്സ് ചെയ്ത് 2 മാസമായില്ലായിരുന്നോ? അന്നേരം നീ നാട്ടിലുണ്ട്. എന്നിട്ടും പിന്നെ എന്താ നുണ പറഞ്ഞത് അവനോട്? അവളുടെ ചോദ്യത്തിൽ ഒന്ന് പതറിപ്പോയി ജെയ്സൺ. അത് അവൻ ശരിയല്ല ജിൻസി. അതാണ്. എൻ്റെ കൂട്ടുകാരനായിരുന്നു. 10-15 ലക്ഷം രൂപയുടെ കള്ള സ്വർണം പണയം വെച്ച് പോലീസ് പിടിച്ചതാണ് അവനെ. എന്നെയും രാഹുലിനെയും കൊടുക്കാൻ നോക്കി ഇവൻ. അതും പോരാഞ്ഞിട്ട് അവൻ സ്വന്തം ഭാര്യയെപ്പോലും ചതിച്ചവനാണ്. എനിക്കിപ്പോൾ അവനെ കാണുന്നത് തന്നെ ഇഷ്ടമില്ല. അന്നേരമാണ് കല്യാണം വിളിക്കാൻ പോകുന്നത്. കൂട്ടുകാരനായിരുന്നല്ലോ എന്ന് ഓർത്ത് എന്നോട് തന്നെ എനിക്ക് ദേഷ്യം തോന്നുക. ശ്വാസം പോലും വിടാൻ ഇട കൊടുക്കാത്ത വിധം അവൻ പറയുമ്പോൾ ജിൻസി അവനെ പകപ്പോടെ നോക്കി. റിലാക്സ് ജയ്, ഞാൻ ചോദിച്ചുവെന്നേ ഉള്ളൂ. അവനെ കണ്ട പറയില്ലല്ലോ ഇങ്ങനെയുള്ള കള്ളത്തരമൊക്കെയുള്ള ആളാണെന്ന്. ഛേ! അവൾ അവൻ്റെ തോളിൽ തട്ടി പറയുമ്പോൾ അവൻ ആശ്വാസത്തോടെ ശ്വാസം ഒന്ന് എടുത്തു വിട്ടു. ഇന്ന് രാത്രിയിലാണ് നാട്ടിലേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു വിങ്ങൽ നെഞ്ചിനെ പൊതിയുന്നത് അറിയുന്നുണ്ട് കൃഷ്ണ. സമയമെടുക്കും തോറും ഹൃദയം വേണ്ട എന്ന് പറയുന്ന പോലെ, ആരോ പുറകോട്ട് വലിക്കുന്ന പോലെ. 5 വർഷമാകുന്നു നാട്ടിൽ നിന്നൊരു ഒളിച്ചോട്ടം പോലെ ഇങ്ങോട്ട് ചേക്കേറിയിട്ട്. ഇപ്പോഴും തന്നെ തകർത്തെറിഞ്ഞ ആ ഓർമ്മകളെ മാത്രം മറക്കാൻ കഴിഞ്ഞിട്ടില്ല ആര്യൻ. ആ ഓർമ്മയിൽ ഇന്നും തൻ്റെ ഹൃദയം പൊള്ളുന്നത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. വെറും 2 മാസം മാത്രം ആയുസ്സുണ്ടായിരുന്നൊരു ബന്ധം. എന്നിട്ടെന്തേ തനിക്കതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നില്ല? മറ്റൊരു ബന്ധത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോലും കഴിയുന്നില്ല. അശ്വിൻ പറയുന്ന പോലെ ഈ യാത്രയിലൂടെ തനിക്ക് പല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. ആഷിക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും. അതിപ്പോൾ യെസ് ആണെങ്കിലും നോ ആണെങ്കിലും. പക്ഷേ തന്നെക്കൊണ്ട് പറ്റുമോ ആ ഒരാളെ മറന്നിട്ട്? പലപ്പോഴും സ്വയം ചോദിച്ചിട്ടുണ്ട്. അത്രമേൽ ആഴത്തിൽ പോകാത്തൊരു ബന്ധത്തിൽ നിന്ന് തനിക്ക് എന്തുകൊണ്ടാണ് മുന്നോട്ട് ചലിക്കാൻ കഴിയുന്നില്ല എന്ന്. മാനസികമായി മാത്രം ഒന്നായൊരു ബന്ധമായിട്ട് പോലും താൻ തന്നെ മുന്നിട്ടാണ് ഡിവോഴ്സ് പോലും മേടിച്ചെടുത്തത്. ഒരു തരം വാശിയായിരുന്നു. തന്നോട് ക്ഷമ ചോദിച്ചിരുന്നു. ഒരു അവസരം പോലും സച്ചിയേട്ടനും ആദിച്ചേച്ചിയും ചോദിച്ചിരുന്നു. എന്നിട്ടും തനിക്ക് ഒന്നും കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ മനസ്സ് പല വിധത്തിലുള്ള പിടിവലിയിലാണ്. എടി, തലയ്ക്കിട്ടൊരു കൊട്ടു തന്നുകൊണ്ട് അശ്വിൻ വിളിക്കുമ്പോഴാണ് ഞെട്ടിയവനെ ഞാൻ നോക്കുന്നത് തന്നെ. 1 ആഴ്ചയായല്ലോ. ഭയങ്കര ചിന്ത എന്താണ്? എൻ്റെ ചേട്ടനെ കെട്ടുന്ന കാര്യമാണോ? അവൻ്റെ ആ ചോദ്യത്തിൽ മുഖം താഴ്ത്തിയിരിക്കുക മാത്രമാണ് ചെയ്തത്. വെറുതെ പറഞ്ഞതാടി. ദേ, 1/2 മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങണം. അവന്മാരായി വല്ലതും മറന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇറങ്ങുക. അവൻ കവിളി തലോടി പറഞ്ഞുകൊണ്ട് പോയതും ഭാഗ്യമെടുത്തുകൊണ്ട് ഞാനും പുറകെ ഇറങ്ങിയിരുന്നു. കൊണ്ടുപോകേണ്ട പെട്ടികൾ പാക്ക് ചെയ്യാൻ തനിക്ക് അധികമൊന്നുമില്ലായിരുന്നു. ശ്രീധുവിൻ്റെ കുഞ്ഞിനുള്ള കുറച്ച് ഗിഫ്റ്റുകളും ചോക്ലേറ്റ്സും മാത്രമാണ് താൻ മേടിച്ചത്. അശ്വിൻ ബന്ധുക്കാർക്കും നാട്ടുകാർക്കുമായി കുറേ പെട്ടികളുണ്ട് അവന്. തനിക്കാരുമില്ല ബന്ധമെന്ന് പറയാൻ, ശ്രീധു അല്ലാതെ. കണ്ണൊന്നു നിറഞ്ഞുവോ? ടിഷ്യൂ പേപ്പർ കൊണ്ട് മുഖം ഒപ്പി വിന്നിലേക്ക് ഇട്ടുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി.
5 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മനസ്സ് തകർന്നു നിൽക്കേണ്ടി വന്നിടത്തേക്ക് ഒരു മടക്കയാത്രയ്ക്കായി തയ്യാറെടുത്തു കൃഷ്ണ. മുറ്റത്ത് നിന്ന് വരാന്തയിലേക്ക് കയറുമ്പോൾ തന്നെ നാസികയെ ത്രസിപ്പിച്ചുകൊണ്ട് നല്ല പോത്ത് കറിയുടെ മണം മൂക്കിലേക്ക് അടിച്ചു. ചേച്ചി വരുമ്പോൾ മാത്രമാണ് ഇറച്ചി മേടിക്കാറുള്ളത്. അവൾ പോകുന്നതിന് മുമ്പ് വേവിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. കുറച്ച് ദിവസത്തേക്ക് അത് പിന്നെ സവാള വഴറ്റി മസാല ഇട്ടെടുക്കും. അച്ഛനത് ഭയങ്കര ഇഷ്ടമാണ്. അകത്തേക്ക് കയറുന്നതിന് മുമ്പേ കുഞ്ഞു പെണ്ണുങ്ങൾ 2 കാലിലുമായി വന്ന് ചുറ്റി പിണഞ്ഞു കഴിഞ്ഞിരുന്നു. മാമാ. 2 പേരിൽ നിന്നും അത്രമേൽ മധുരമായി ആ പേര് കേട്ടതും കയ്യിലിരിക്കുന്ന കോടിനെ നിലത്തേക്ക് വെച്ചവൻ അവരെ കെട്ടിപ്പിടിച്ചു. പോക്കറ്റിൽ നിന്ന് ഡയറി മിൽക്ക് കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് 2 പേരെയും എടുത്ത് എളി വെച്ചിരുന്നു. ആഹാ, നീ വന്നോ? സച്ചിയേട്ടനാണ് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നത്. പൊന്നു, വന്നേ ഇങ്ങോട്ട്, മാമ വടുത്തു വന്നതല്ലേ പറഞ്ഞുകൊണ്ട് ഒരാളെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കഴിഞ്ഞിരുന്നു സച്ചിയേട്ടൻ. കൂടും എടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ ചേച്ചി അടുക്കളയിൽ നിന്ന് ഗ്ലാസ്സിൽ ചായയും എടുത്തുകൊണ്ട് വന്നിരുന്നു. ടേബിളിലേക്ക് ചായ വെച്ചുകൊണ്ട് പാച്ചുവിനെയും എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞു. നീ ചായ കുടിക്കടാ. ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചായിരുന്നോ നീ? അവന്മാരെ കൊണ്ട് ഹോട്ടലിൽ കയറിയിരുന്നു. ജെയ്സനെ കണ്ട കാര്യം മനഃപൂർവ്വം മറച്ചു വെച്ചു. അല്ലേ തന്നെ ചേച്ചിക്ക് അവനെ ശപിക്കാനേ നേരമുള്ളൂ. ഞാനായിട്ട് എന്തിനാ വെറുതെ അവനെ. ചേച്ചി കൊണ്ടുവച്ച ഉള്ളിവടയും എടുത്തുകൊണ്ട് ഒരു കസേര വലിച്ചിട്ടിരുന്നു. അടുത്തായി സച്ചിയേട്ടനും ചേച്ചിയും ഇരുന്നിരുന്നു. അച്ഛൻ കുടിച്ചോ? എപ്പോഴേ കുടിച്ചു. ഞാൻ അച്ഛനെ കൊണ്ടുവരാം, നീ കഴിച്ചോ. സച്ചിയേട്ടൻ അച്ഛൻ്റെ മുറിയിലേക്ക് പോകുന്നത് കണ്ടു. വീൽ ചെയർ അടുത്തേക്ക് എത്തുന്നത് കണ്ടതും എഴുന്നേറ്റു. എൻ്റെ അടുത്തേക്കായി ഇരുത്തിയിരുന്നു സച്ചിയേട്ടൻ അച്ഛനെ. നീ എപ്പോഴാ വന്നേ മനൂട്ടാ? ദേ ഇപ്പോൾ. ആ കയ്യിൽ പിടിച്ചുകൊണ്ട് ചായ കുടിച്ചു വടയും കടിച്ചു. വേണ്ടാന്ന് പറഞ്ഞിട്ടും മുറിച്ച് അച്ഛൻ്റെ വായിൽ കൂടി വെച്ച് കൊടുത്തു. എടാ, ജാതകം കൊടുത്തു കേട്ടോ. സതീശേട്ടൻ വന്നിരുന്നു. പുള്ളിക്കാരൻ തിരക്ക് കൂട്ടുകയാണ്. ആ പെണ്ണിൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് നടത്തിയെടുക്കാനായിട്ട്. സച്ചിയേട്ടൻ അത് പറഞ്ഞതേ അച്ഛൻ്റെ കയ്യിലിരുന്ന് എൻ്റെ കൈയൊന്ന് വിറക്കൊണ്ടിരുന്നു. അതറിഞ്ഞതുപോലെ അച്ഛൻ ഒന്ന് മുറുകെ പിടിച്ചു. ഇത്രയും പെട്ടെന്ന് വേണം സച്ചിയേട്ടാ. എനിക്കെന്തോ പോലെ, തൊണ്ടയിൽ വാക്കുകൾക്ക് കനം വെച്ചതുപോലെ, കയ്പ് നീര് തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ ഉമിനീര് ഇറക്കി വിട്ടു. അച്ഛൻ ദയനീയമായി എന്നെ നോക്കുന്നുണ്ട്. ഒരു ചിരി നൽകിക്കൊണ്ട് ആ കൈ വിട്ടുകൊണ്ട് എൻ്റെ മുറിയിലേക്ക് നടന്നു. എടാ, നിനക്ക് കഴിക്കാൻ എടുക്കട്ടെ? കപ്പ പുഴുങ്ങിയതും നിനക്ക് ഇഷ്ടപ്പെട്ട പോത്തുലത്തിയതുമുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ പ്രത്യേക ഇഷ്ടങ്ങളൊന്നും ഇല്ലടി ചേച്ചി. അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി പറയുമ്പോൾ എനിക്കായി മാത്രം ജീവിച്ചിരുന്ന ഒരു അമ്മയെ ഓർമ്മ വന്നു. എൻ്റെ ഇഷ്ടങ്ങളായിരുന്നു ആ പാവത്തിൻ്റെ ഇഷ്ടങ്ങൾ. ഒരു ചായ പോലും ഉണ്ടാക്കുന്നത് മനൂട്ടൻ്റെ പാകമായിരുന്നു. മനു. അവൾക്ക് എൻ്റെ വാക്കുകൾ വേദനിപ്പിച്ചുവെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുളിച്ചിട്ട് വരാടി, എടുത്തു വെച്ചോ. അകത്തേക്ക് കയറി തോർത്തും എടുത്തുകൊണ്ട് കുളിമുറിയിലേക്ക് കയറി. ദേഹത്തേക്ക് വെള്ളം വീഴുമ്പോൾ ഹൃദയം എന്തിനോ തിരക്ക് കൂട്ടുന്ന പോലെ, പ്രിയപ്പെട്ടതെന്തോ തന്നിലേക്ക് എത്തപ്പെടുന്ന പോലെ കണ്ണിൻ്റെ പടപ്പിനെ മനസ്സിലാക്കാൻ കഴിയാതെ വന്നു. കുളിച്ചിറങ്ങുമ്പോൾ ചേച്ചി മക്കളെ താരാട്ട് പാടി ഉറക്കുന്നത് കേൾക്കാം. കാവ്യമുണ്ടുടുത്ത് ഷർട്ടുമിട്ട് ചെല്ലുമ്പോൾ എനിക്കായി കാത്തുന്ന പോലെ ഇരിപ്പുണ്ട് സച്ചിയേട്ടൻ. അച്ഛൻ കിടന്നു. നീ വന്നിരിക്കടാ. വയറിൽ സൈറം മുഴങ്ങുന്നു. അച്ഛൻ്റെ മുറിയിലേക്കുള്ള എൻ്റെ നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു. വയറ് തിരുമ്മി ചിരിയോടെയാണ് സച്ചിയേട്ടൻ പറയുന്നത്. ആ ചിരി എന്നിലേക്കും പടരുമ്പോൾ മക്കളെയും കിടത്തിയിട്ട് ചേച്ചിയും വന്നിരുന്നു. പിന്നെ ഒരുമിച്ച് കൊച്ചു വർത്തമാനവും കഴിക്കലുമായി ആ രാത്രി കടന്നു പോയിരുന്നു. ഇവർ വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ വീട് ഉണരുന്നത്. കറുപ്പിൽ ചുവപ്പും പച്ചയും ബോർഡുള്ള സാരിയാണ് കൃഷ്ണൻ ഉടുത്തിരിക്കുന്നത്. ആ വെളുത്ത നെറ്റിയിൽ ഒരു കുഞ്ഞി കറുത്ത പൊട്ട് തെളിഞ്ഞു നിൽപ്പുണ്ട്. കുങ്കുമ ചുവപ്പ് നെറ്റിയിൽ നിന്ന് അടർന്നു വീണ് മൂക്കിൻ തുമ്പി വീണിട്ടുണ്ട്. അവളുടെ ഒറ്റക്കൽ ചെറിയ മുക്കുത്തി തിളങ്ങി നിൽക്കുന്നു. മൂക്കിൻ തുമ്പിലെ ചുവപ്പിൻ തുള്ളികളെ വിരൽത്തുമ്പ് കൊണ്ട് നീട്ടി തുടച്ചു കൊടുക്കുമ്പോൾ ആ പൂച്ചക്കണ്ണുകളിലെ കറുത്ത നീണ്ട പേരുകൾ വീശിയടഞ്ഞു. അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല ചുണ്ടോട് അടുപ്പിച്ചു. അവൾ നാണത്താൽ മുഖം താഴ്ത്തി. താഴ്ത്തുമ്പിൽ പിടിച്ചുയർത്തുമ്പോൾ നാണത്താൽ അവൾ നഗ്നമായ നെഞ്ചിലേക്ക് അഭയം പ്രാപിച്ചിരുന്നു. നേർത്ത മഴക്കാറ്റ് പുണർന്നു പോകുമ്പോൾ അവളുടെ കൈവിരൽ കോർത്ത് നടന്ന് പൂഴിമണ്ണിൽ അവളുടെ പാദങ്ങൾക്കൊപ്പം ആ പാദങ്ങളും പതിഞ്ഞു തെളിമയോടെ. കൃഷ്ണ. ആ പേരൊന്ന് വിളിച്ചുകൊണ്ട് കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു ആര്യനെ. ഈ 5 വർഷത്തിനിടയ്ക്ക് ഇത്രമേ തെളിമയായി കൃഷ്ണയെ സ്വപ്നത്തിൽ കാണുന്നത് ആദ്യമാണ്. ഒരിക്കൽ കൂടി കണ്ണടച്ച് കണ്ടു. മാഞ്ഞുപോയ ചിത്രത്തെ ഒരിക്കൽ കൂടി കാണാൻ ശ്രമിച്ചുകൊണ്ട് പരാജയപ്പെട്ടുകൊണ്ട് നിറമിഴിക തുറക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സ്വപ്നമാണെന്നറിയാമെങ്കിലും മനസ്സ് അസ്വസ്ഥമാകാൻ അത് മതിയായിരുന്നു. അത് താനല്ല. ഉറപ്പിക്കുമ്പോൾ ഹൃദയവേദന ദേഹമാകെ പടരുന്നു.
അച്ഛനെ മുറിയിൽ പോയി കണ്ടു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കളത്തിൽ അവധിയാണ്. അതുലിൻ്റെ കൂടെ ഒരു സൈറ്റ് നോക്കാൻ പോകണം. കട്ടക്കളം ഇപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് മാറ്റാനാണ്. ഒന്നുകൂടി വലുതാക്കി പൗൾട്ടയിൽ കൂടി ഉണ്ടാക്കാമെന്നാണ് അവൻ പറയുന്നത്. പല്ല് തേച്ച് അടുക്കളയിലേക്ക് ചെന്നതേ ചേച്ചി എന്നെ കണ്ട് ചായ തന്നിരുന്നു. അവൾ തന്ന ചായ കുടിച്ചുകൊണ്ട് പറമ്പിലേക്ക് ഇറങ്ങി. ചെല്ലുമ്പോൾ കണ്ടു തൂമ്പയും പിടിച്ചു നിൽക്കുന്ന സച്ചിയേട്ടനെ. ഞാൻ ചെയ്യുമായിരുന്നല്ലോ സച്ചിയേട്ടാ. അതെന്താടാ, ഞാൻ ചെയ്താൽ ശരിയാവില്ലേ? മറുചോദ്യത്തോടെ എന്നെ കൂർപ്പിച്ച് നോക്കുന്ന സച്ചേട്ടൻ്റെ വയറ്റിൽ പഞ്ച് ചെയ്തുകൊണ്ട് പറമ്പിലേക്ക് ഇറങ്ങിയിരുന്നു ഈ ആര്യൻ്റെ ചെറിയ ലോകത്തേക്ക്. കാറിൻ്റെ സീറ്റിലേക്ക് ചാരിക്കിടക്കുവാണ് കൃഷ്ണ. പിൻവാങ്ങുന്ന കാഴ്ചകളിലാണ് മിഴികളെങ്കിലും മനസ്സ് വല്ലാതെ കലുഷിതമായി മാറിയിരിക്കുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ നാട്ടിൽ മിഴികൾ ഓരോ സ്ഥലത്തും 5 വർഷം കൊണ്ടുണ്ടായ മാറ്റങ്ങളെ നോക്കിക്കണ്ടു. തൻ്റെ പഴയ ബാങ്കിൻ്റെ മുന്നിലൂടെ വണ്ടിയൊന്ന് കടന്നു പോയതും മിഴികൾ അറിയാതെ നിറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. മുൻപോട്ട് കാർ കുതിക്കുമ്പോൾ ഒരു ആശ്രയം എന്നോണം അടുത്തിരിക്കുന്നവനെ നോക്കി. അവൻ നല്ല ഉറക്കമാണ്. അതുകൊണ്ട് തന്നെ വിളിക്കാനും തോന്നിയില്ല. കണ്ണുകൾ വലതുവശത്തേക്ക് വേണ്ടാന്ന് വെച്ചിട്ടും പോയിരുന്നു. ആ വാർക്ക വീട്ടിലേക്ക് മിഴികൾ കുടുങ്ങി നിന്നു. ചേട്ടാ, ഒന്ന് നിർത്തുമോ? ഡ്രൈവറോട് എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. മുൻപോട്ട് ആഞ്ഞിരുന്നു കൊണ്ട് ഗേറ്റും കടന്ന് മിഴികൾ പോയിരുന്നു. ഒരാളെ തിരഞ്ഞു. എന്തിനാണെന്നറിയില്ല. വെറുതെ. ഒരു കുഞ്ഞി പെണ്ണ് വരാന്തയിലേക്ക് വരുന്നത് കണ്ടു. പുറകെ അതുപോലെ തന്നെ ഇരിക്കുന്ന അടുത്തയാളും ചുണ്ടിൽ അറിയാച്ചിരി മുട്ടിട്ടു. മിഴികൾ ആരെയോ പ്രതീക്ഷയോടെ നോക്കി. പുറകെ വരുന്ന ആദ്യ ചേച്ചിയെ കണ്ടതും കൈ അറിയാതെ മുമ്പോട്ട് അനങ്ങിപ്പോയി. ചേച്ചിയുടെ മക്കൾ. കണ്ണൊന്ന് നിറയുന്നതറിഞ്ഞു. സീറ്റിലേക്ക് ചാരിയിരുന്നു. നെഞ്ചിടിച്ചു കയറുന്നു. വേണ്ടാന്ന് വെച്ചിട്ട് മിഴികൾ ഒരിക്കൽ കൂടി ആ വീട്ടിലേക്ക് പോയി. സച്ചിയേട്ടനൊപ്പം ഇറങ്ങി വരുന്ന ആരനിലേക്ക് മിഴികൾ കുടുങ്ങിയതും നെഞ്ചിലേക്ക് മിന്നെ പായുന്നതറിഞ്ഞു. ആ കുഞ്ഞു മക്കളെ കൊഞ്ചിച്ചു കൊണ്ടവൻ ബൈക്കിലേക്ക് കയറുന്നുണ്ട്. അവൾക്ക് നേരെ കൈ വീശിക്കൊണ്ട് ബൈക്ക് സ്റ്റാർട്ടാകുന്നതും വഴിയിലേക്ക് ഇറങ്ങുന്നതും അറിഞ്ഞതും സീറ്റിലേക്ക് ഒന്നുകൂടി അമർന്നിരുന്നു പോയി കൃഷ്ണ. ഹൃദയമിടിപ്പേറി നെഞ്ചു വിങ്ങുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. മാറിയിരിക്കുന്നു. ആ രൂപം പോലും പഴയ അരിൽ നിന്നും ഒത്തിരി മാറിയിരിക്കുന്നു. ഗേറ്റ് കടന്ന് ബൈക്ക് തിരിയുന്നതിന് മുമ്പ് ബൈക്കിൽ നിന്ന് നിർത്തി പുറകോട്ട് തിരിഞ്ഞ് നോക്കി ആര്യൻ. പുറകിൽ നിന്ന് നോക്കുമ്പോൾ ഗ്ലാസ്സിലൂടെ കാണുന്നത് ഒരു തുണിയിൽ തുന്നിയ ചുവന്ന ഹൃദയത്തിൻ്റെ രൂപമാണ്. കാറിലൊരു യുവതി ഇരിക്കുന്ന പോലെ തോന്നിയതും കൊളുത്തി വലിച്ചു നിന്ന മനസ്സിനെ അടക്കിക്കൊണ്ട് ബൈക്ക് മുമ്പോട്ടെടുക്കുമ്പോഴേക്കും പ്രിയപ്പെട്ടതിൽ നിന്നോ അകലുന്ന പോലെ തോന്നിയതേ. ഒരിക്കൽ കൂടി ബ്രേക്ക് പിടിച്ച് നിർത്തി. തല വെട്ടിച്ച് നോക്കിയതും ആ കാർ മുമ്പോട്ടെടുത്തിരുന്നു. തന്നിൽ നിന്ന് അകന്നു പോകുന്ന കാറിലേക്ക് നോക്കി നിന്നു. പൊട്ടുപോലെ മാഞ്ഞതും ബൈക്ക് മുമ്പോട്ടെടുത്തിരുന്നു ആര്യൻ. കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് വരാതിരിക്കാൻ വാ പൊത്തിപ്പിടിച്ചതും അവളുടെ കൈക്ക് മേലെ അശ്വിൻ്റെ പിടുത്തം വീണിരുന്നു. കണ്ടു അല്ലേ? അവൻ്റെ ചോദ്യത്തിന് ഞെട്ടലോടെ അവനെ നോക്കി കൃഷ്ണ. അവിടെ ചിരിയാണ്. ആ ബൈക്കിൽ പോയതല്ലേ ആര്യൻ? ഒന്നും മിണ്ടാതെ കുറ്റം ചെയ്ത പോലെ തല കുമ്പിട്ടിരുന്നു കൃഷ്ണ. മറക്കാൻ കഴിയുന്നില്ല. ഒരു പ്രാവശ്യം കൂടി നോക്കിക്കൂടടി. ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഒന്നാകുന്നവരുണ്ട് കൃഷ്ണ. ഈ 5 വർഷം കൊണ്ട് നിങ്ങൾ 2 പേരിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും. ഇങ്ങനെ നെഞ്ചു നീട്ടുന്നതിന് ഭേദമല്ലടി അത്. തൊണ്ട കീറിക്കൊണ്ടുള്ള കരച്ചിലായിരുന്നു അവളിൽ നിന്നുള്ള ഉത്തരം. പ്രണയം അത് ഇത്രമേൽ വേദന നിർത്തുന്നതാണോ കൃഷ്ണ? ആണെങ്കിൽ നിങ്ങൾ എന്തിനാടി പിരിഞ്ഞത്? അവൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാനില്ലാതെ കണ്ണടച്ച് സീറ്റിലേക്ക് ചാരി ഇരുന്നു പോയി കൃഷ്ണ. തുടരും. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.